ഹലോ ഫ്രണ്ട്സ്, ഒറിജിനൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഓട്ടോ സൈക്കിൾ അതുപോലെ തന്നെ ഡീസൽ സൈക്കിളുമാണ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാർനോട്ട് സൈക്കിൾ അതിൻ്റെ എഫിഷ്യൻസിയുടെ ഡെറിവേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമുക്ക് എന്താണ് നമുക്കിനി ഈ രണ്ട് സൈക്കിൾസ്, ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും നോക്കാം. ഇതല്ലാതെ എന്താണ് സൈക്കിൾസ് ഉണ്ട്. എറിക്സൺ സൈക്കിൾ ഉണ്ടായി, അപ്പോൾ അതുപോലെ തന്നെ ജൂൾ സൈക്കിൾ വരുന്നുണ്ട്, അതുപോലെ സ്റ്റെർലിംഗ് സൈക്കിൾ ഉണ്ട്. പിന്നെന്താണ് ഇപ്പോൾ കമ്പൈൻഡ് ആയിട്ടുള്ള ഡ്യുവൽ സൈക്കിൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഓട്ടോ സൈക്കിൾ അതുപോലെ തന്നെ ഡീസൽ സൈക്കിൾ മാത്രമേ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി സൈക്കിൾ എന്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആയിട്ടുള്ള തെർമോഡൈനാമിക് പ്രോസസ്സിനെയാണ് നമ്മൾ സൈക്കിൾസ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പറയുന്ന സൈക്കിൾസ് ഒന്നും എന്താണ് മീൻസ് ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻസ് ഒക്കെ എന്താ തിയററ്റിക്കലാണ്, അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് ഒരു സ്റ്റാൻഡേർഡ് സൈക്കിൾസ് ആണ്, സ്റ്റാൻഡേർഡ് സൈക്കിൾസ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നതെല്ലാം. ഇപ്പോൾ കാർനോട്ട് സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതൊന്നും പോസിബിൾ അല്ല, എന്താണ് റിയൽ കേസിൽ അതൊന്നും പോസിബിൾ ആയിട്ടുള്ള സൈക്കിൾസ് അല്ല. അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു തിയറി യൂസ് ചെയ്തിട്ട് നമുക്കൊരു എൻജിൻ വർക്ക് ചെയ്യുന്നത് എന്താണ് പോസിബിൾ അല്ല. പക്ഷെ എന്താണ് ഒരു ഐഡിയൽ സൈക്കിൾസ് ആണ് എന്തിനു വേണ്ടി തിയററ്റിക്കലി ഡിഫൈൻ ചെയ്തിട്ടുള്ള സൈക്കിൾസ് ആണ്. നമുക്ക് നോക്കാം ഓട്ടോ സൈക്കിൾ എന്താ, ഡീസൽ സൈക്കിൾ എന്താണെന്ന്. അപ്പോൾ ഈ ഒരു സൈക്കിൾ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആദ്യത്തെ എൻജിൻ്റെ പേരാണ് മീൻസ് ഈ ഒരു സൈക്കിൾ, അതായത് ഈ ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്ന ഈ ഒരു സൈക്കിൾ യൂസ് ചെയ്തിട്ട്, ഈ ഒരു സൈക്ലിക് പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്ത ഫസ്റ്റ് എൻജിൻ ബിൽഡ് ചെയ്ത ആളുടെ പേരാണ് ഓട്ടോ എന്നുള്ളത്. സോ അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ ഓട്ടോ എന്ന്. ഇപ്പോൾ നമ്മൾ കാർനോട്ട് സൈക്കിൾ എന്താണ് സാദി കാർനോട്ട് പ്രപ്പോസ് ചെയ്താണ് ആ ഒരു സൈക്കിള്. അതുപോലെ ഈ ഒരു സൈക്കിൾ ഓട്ടോ സൈക്കിള് എന്താണ് ഈ സൈക്കിൾ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്ത ആദ്യത്തെ എൻജിൻ ഉണ്ടാക്കിയതാണ് ആര്, ഓട്ടോ എന്ന് പറയുന്ന ആൾ. ദെൻ ഈ ഒരു സൈക്കിളിൻ്റെ പേര് എന്താണ്, കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിൾ എന്നും കൂടി എന്താണ് ഈ ഒരു സൈക്കിളിൻ്റെ പേരുണ്ട്. അപ്പോൾ ഓട്ടോ സൈക്കിൾ, അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിൾ. അപ്പോൾ എന്താണ് നെയിമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ എന്താണ് കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിൾ എന്താണ് അങ്ങനെ ആയിരിക്കും പേര്, മീൻസ് ആ ഒരു പേര് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമുക്കെന്താണ് രണ്ട് തരം എൻജിൻസ് വരുന്നുണ്ട്. അപ്പോൾ സിലിണ്ടറിനകത്ത് കമ്പേഷൻ നടക്കുന്ന എൻജിൻസിനാണ് നമ്മൾക്ക് എന്ത് CI എൻജിൻസ് എന്ന് പറയുന്നത്. അതായത് CI എൻജിൻ അല്ല, IC എൻജിൻ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ കമ്പേഷൻ എൻജിൻസ്. അപ്പോൾ അതിനകത്ത് തന്നെ രണ്ട് ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്, എന്ന് SI എൻജിൻ അതുപോലെ തന്നെ എന്താണ് CI എൻജിൻ. അപ്പോൾ ഈ ഒരു സിലിണ്ടറിൻ്റെ അകത്ത് തന്നെ എന്താണ് ബേണിംഗ് അല്ലെങ്കിൽ കമ്പേഷൻ നടക്കുന്ന എൻജിൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇൻറ്റേർണൽ കമ്പേഷൻ എൻജിൻ IC എൻജിൻ എന്ന് വിളിക്കുന്നത്. അതിൽ തന്നെ എന്താണ് സ്പാർക്ക് ഇഗ്നിഷൻ എൻജിൻ അതുപോലെ തന്നെ കമ്പേഷൻ ഇഗ്നിഷൻ എൻജിൻ, അങ്ങനെയാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ഇഗ്നിഷൻ പ്രോസസ്സിനനുസരിച്ചാണ് ഈ ഒരു പേര് വന്നിട്ടുള്ളത്, സ്പാർക്ക് ഇഗ്നിഷനും അതുപോലെ തന്നെ കമ്പേഷൻ ഇഗ്നിഷനും. സോ നമുക്കെന്താണ് ഇനി ഈ ഒരു കൺസെപ്റ്റ്സ് നമുക്ക് എന്താണ് പഠിക്കാനുണ്ട്. പിന്നെ എന്താണ് ഒരു കണ്ടീഷനും കൂടി എന്താണ് ഹോട്ട്സ്പോട്ട് ഇഗ്നിഷനും കൂടി വരുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ SI എൻജിൻ മീൻസ് അതായത് സ്പാർക്ക് ഇഗ്നിഷനും കമ്പേഷൻ ഇഗ്നിഷനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഈ സ്പാർക്ക് ഇഗ്നിഷൻ ആണ് എന്ത് നമ്മുടെ ഈ ഒരു ഓട്ടോ സൈക്കിൾ വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനു പറയാം, അതിനെ പെട്രോൾ സൈക്കിൾ എന്നും പറയാം. അപ്പോൾ നമുക്ക് പെട്രോൾ എൻജിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഒരു ഓട്ടോ സൈക്കിൾ ഉപയോഗിച്ചിട്ടാണ്. ഇതിനകത്ത് ഈ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിലാണ് എന്ത് നടക്കുന്നത്, ഹീറ്റ് റിജക്ഷനും അതുപോലെ തന്നെ ഹീറ്റ് അഡീഷനും നടക്കുന്നത് എന്താണ് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിലാണ് നടക്കുന്നത്. സോ നമുക്ക് എന്താണ് ഇനി ഇതിനകത്ത് വരുന്ന അസംഷൻസ് നോക്കാം. എന്താണ് ഇവിടുത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, എയർ ആണ് വർക്കിംഗ് സബ്സ്റ്റൻസ്. ഇതൊക്കെ എന്താണ് അസംഷൻസ് ആണ്. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്താണ് എയർ ആണ്. നമ്മൾ പറഞ്ഞത് എന്താണ് ഐഡിയൽ കേസാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്താണ് നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ് എയർ ആണ്. അതുപോലെ തന്നെ എന്താ പറയുന്നത് എയർ എൻക്ലോസ്ഡ് ആണ്. അപ്പോൾ എന്താണ് ക്ലോസ്ഡ് സൈക്കിളാണ്. അതുപോലെ തന്നെ എന്താണ്
ഇതിൻ്റെ വാൾസൊക്കെ എന്താണ് അഡയാബാറ്റിക് വാൾസ് ആണ് വരുന്നത്. എഞ്ചിൻ്റെ വാൾസ് മീൻസ് ആ ഒരു സിലിണ്ടറിൻ്റെ വാൾസൊക്കെ എന്തായിരിക്കും അഡയാബാറ്റിക് ആയിരിക്കും. ഇനി അതിൻ്റെ ബോട്ടം പോർഷൻ വരുന്നത് എങ്ങനെയായിരിക്കും, അത് ഡയാതെർമിക് ആയിരിക്കും. അതായത് എന്താണ് നമ്മൾ കാർനോട്ട് എഞ്ചിൻ്റെ പോലെ തന്നെ എന്താണ് ഹീറ്റ് അഡീഷനും ഹീറ്റ് റിജക്ഷനും നടക്കുന്നത് എങ്ങനെയായിരിക്കും, അതിൻ്റെ ആ ഒരു ഡയാതെർമിക് വാൾ, അതായത് എഞ്ചിൻ്റെ ബോട്ടം പോർഷൻ എങ്ങനെയായിരിക്കും ഡയാതെർമിക് വാളായിരിക്കും. ബാക്കി എല്ലാ പോർഷനും അതായത് ഇൻക്ലൂഡിങ് ദ പിസ്റ്റൺ എന്തായിരിക്കും അഡയാബാറ്റിക് വാൾസ് ആയിരിക്കും വരുന്നത്. എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ കാർനോട്ടിൽ പറഞ്ഞ പോലെ മീൻസ് ഇതൊക്കെ എന്താണ് അസംഷൻസ് ആണ്. ഹോട്ട് ബോഡി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് കോൾഡ് ബോഡി ഉണ്ടായിരിക്കും. അപ്പോൾ ഹോട്ട് ബോഡിയിൽ നിന്നാണ് എന്ത് ഹീറ്റ് അഡീഷൻ, അതായത് ഹീറ്റ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഹോട്ട് ബോഡിയുമായിട്ടുള്ള കോൺടാക്റ്റിലാണ്. അതുപോലെ തന്നെ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ് അപ്പോൾ ഒരു കോൾഡ് ബോഡിയുമായിട്ടുള്ള കോൺടാക്റ്റിലാണ് എന്ത് ഹീറ്റ് റിജക്ഷനും നടക്കുന്നത്. മീൻസ് നമ്മുടെ ഓട്ടോ സൈക്കിൾ അല്ലെങ്കിൽ ഓട്ടോ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയല്ല, അല്ലെങ്കിൽ ഈ ഒരു SI എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിലല്ല. സൈക്കിളാണ് എന്ത് തിയറട്ടിക്കൽ സൈക്കിൾ മാത്രമേ ഉള്ളൂ. എക്സാക്ട് വർക്കിംഗ് ഒന്നും എന്താണ് ഇങ്ങനെയല്ല. അതേപോലെ തന്നെ എന്താണ് കാർനോട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹോട്ട് ബോഡി അതുപോലെ തന്നെ കോൾഡ് ബോഡിയിലും ഓൾട്ടർനേറ്റ് ആയിട്ട് കോൺടാക്റ്റ് വഴിയാണ് നമ്മൾ പറഞ്ഞ പോലെ ഹീറ്റ് റിജക്ഷനും അതുപോലെ തന്നെ ഹീറ്റ് അഡീഷനും നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അസംഷൻസ് ആണ്. ഇനി നമുക്ക് ഏതൊക്കെ പ്രോസസ്സസ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് എന്താണ് ഓട്ടോ സൈക്കിളിനകത്ത് വരുന്ന പ്രോസസ്സസ് നമ്മൾ പറഞ്ഞു കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിളാണ്. അപ്പോൾ 2 കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് ആൻഡ് 2 റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്സസ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈ ഒരു റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഐസെൻട്രോപിക് പ്രോസസ്സ്. അപ്പോൾ എന്താണ് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് അതുപോലെ തന്നെ എന്താണ് 2 റിവേഴ്സിബിൾ അഡയാബാറ്റിക് അല്ലെങ്കിൽ 2 ഐസെൻട്രോപിക് പ്രോസസ്സസ് ആണ് എന്ത് ഈ ഒരു ഓട്ടോ സൈക്കിളിനകത്ത് വരുന്നത്. നമുക്ക് അതിൻ്റെ പ്ലോട്ട് നോക്കാം. നമുക്കെപ്പോഴും എന്താണ് പ്രഷർ വോളിയം ഡയഗ്രാംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് നമുക്ക് TS ഡയഗ്രാം, അതായത് ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം നമുക്ക് എന്താണ് ഒരുമിച്ച് നോക്കാം. അപ്പോൾ ഈ ഡയഗ്രാംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ എന്താണ് ഡെറിവേഷൻ, അതായത് ആ ഒരു എഫിഷ്യൻസിയുടെ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ ചിലപ്പോൾ ചോദിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് ഈ ചോദിക്കുന്നത് ഈ സൈക്കിൾ, അതായത് ഈ ഒരു സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്, ഈ 4 പ്രോസസ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന സൈക്കിൾ. അപ്പോൾ രണ്ടായാലും എന്താണ് നമുക്ക് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് PV പ്ലോട്ട് വരുന്നത് ഇതാ ഇങ്ങനെയാണ് 1 2 3 4. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താണ് വേറൊരു ടെക്സ്റ്റിൽ എന്താണ് വേറൊരു രീതിയിലായിരിക്കും ഈ ഒരു മാർക്കിങ് വരുന്നത്. പക്ഷേ എന്താണ് സൈക്കിളിന് മീൻസ് ഈ പ്രോസസ്സിന് അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഡയഗ്രത്തിൻ്റെ ഷേപ്പും എല്ലാത്തിലും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് 2 കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സസ് അതുപോലെ തന്നെ എന്താണ് 2 റിവേഴ്സിബിൾ അഡയാബാറ്റിക് അല്ലെങ്കിൽ 2 ഐസെൻട്രോപിക് പ്രോസസ്സാണുള്ളത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഗ്രാഫിനകത്ത് നമ്മുടെ ഈ ഒരു എന്താ പറയുന്നത് ഇപ്പോൾ ഈ ഒരു വോളിയം, അതായത് വോളിയം മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ആക്സിസ് നോക്കുക, അതിന് നേരെ നോക്കുക എന്താണ് ഇവിടെ എന്താണ് ഈ ഒരു ലൈൻ കോൺസ്റ്റൻറ്റ് ലൈനാണ്, അതുപോലെ തന്നെ ഇതും കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ ഇനി എന്താണ് ഇവിടെ എൻട്രോപ്പി, അതായത് S എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ആക്സിസ് നോക്കുക. അപ്പോൾ അതിനെ നേരെ നോക്കുന്നത് എന്താണ് 2 ഐസെൻട്രോപിക് പ്രോസസ്സ് വരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താണ് ഒന്നെങ്കിൽ പേര് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ അറിയണം. അതുപോലെ തന്നെ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൽ നിന്ന് ആ ഒരു പ്രോസസ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് എന്താണ് ഐസെൻട്രോപിക് പ്രോസസ്സ് അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് എന്നുള്ള പേര് വെച്ചിട്ട് നമുക്ക് എന്താണ് 2 മീൻസ് ഡിഫറൻ്റ് ആണ്. അതായത് 1 to 2 എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ TS ഡയഗ്രത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസെൻട്രോപിക് പ്രോസസ്സാണ്. ഇനി 2 to 3 എന്ന് പറയുന്നത് നമ്മുടെ PV പ്ലോട്ടിൽ നോക്കുകയാണെങ്കിൽ എന്താണ് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്. അതുപോലെ 2 to 3 വരുന്നത് എന്താണ് അത് അഗെയിൻ 3 to 4 എവിടെയാണ് നമ്മൾ TS പ്ലോട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഐസെൻട്രോപിക് പ്രോസസ്സാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ എന്താണ് 4 to 1 എന്ന് പറയുന്നത് എഗെയിൻ എവിടെ നോക്കണം PV പ്ലോട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ് വരുന്നത്. ഇനി ഹീറ്റ് അഡീഷനും ഹീറ്റ് റിജക്ഷനും എപ്പോഴാണെന്നും എക്സ്പാൻഷനും കംപ്രഷനും ആണ് നോക്കേണ്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എക്സ്പാൻഷൻ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ എന്താണ് ടെമ്പറേച്ചർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹീറ്റ് അഡീഷൻ ആണോ ഹീറ്റ് റിജക്ഷൻ ആണോ എന്നും അറിയാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 to 2 വരുന്നത്, അതായത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്താണ് ചിലപ്പോൾ വേറൊരു ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു മാർക്കിങ്, അതായത് 1
2 3 4 എന്നുള്ള ഈ ഒരു പ്രോസസ്സിൻ്റെ ഓർഡർ ഇങ്ങനെ ആയിരിക്കില്ല. കാരണം ആ ഒരു എൻജിൻ വർക്ക് ചെയ്യുന്നത് എന്താണ് ഈ ഒരു ഓർഡറിലായിരിക്കില്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്സാണ്, അല്ലെങ്കിൽ എന്താണ് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷനാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റേജിൽ. ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഐസെൻട്രോപ്പിക് കംപ്രഷനാണ് കൊടുത്തിട്ടുള്ളത്. അതായത് എന്താണ് നിങ്ങൾ ആ ഒരു എൻജിൻ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഫസ്റ്റ് അതിനകത്ത് നമ്മളെന്താണ് ഈ ചാർജ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിനെ കംപ്രസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അഡയാബാറ്റിക് കംപ്രഷൻ അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് കംപ്രഷനാണ് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രോസസ്സ്, അതായത് പ്രോസസ്സ് ഓഫ് ഓട്ടോ സൈക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു ഫിഗർ വെച്ചിട്ട് പറഞ്ഞു പോകുക, അതൊരു കുറച്ചും കൂടി നല്ലത്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്താണ് പ്രോസസ്സാണ് പ്രോസസ്സുകളുടെ പേരാണ് പഠിക്കേണ്ടത്, ഓർഡർ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 to 2 വരുന്നത് എന്താണ് എക്സ്പാൻഷനാണ്. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് ഹയർ പ്രഷറാണ്, ഈ ഒരു മാർക്കിംഗ് വരുന്നത് എന്താണ് ലോവർ പ്രഷറാണ്. അപ്പോൾ എന്തായിരിക്കും പ്രഷർ കുറയുന്നത് എങ്ങനെയായിരിക്കും, എക്സ്പാൻഷൻ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ഇനിയിപ്പോൾ പേര് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 to 2 നോക്കിയാൽ മതി. എന്താണ് 1 to 2 വരുന്നത് ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. സോ ഇതെന്താണ് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷനാണ്. എന്താണ് ദ എയർ എക്സ്പാൻഡഡ് റിവേഴ്സിബിളി ആൻഡ് അഡയാബാറ്റിക് ഫ്രം T1 ടെമ്പറേച്ചർ ടു T2. എന്താണ് ഇവിടെ ഇതിനകത്ത് ഈ ഒരു കേസിൽ എന്താണ് പ്രഷർ കുറഞ്ഞിട്ടുണ്ട്. അതായത് പ്രഷറിൻ്റെ ചേഞ്ച് വരുന്നത് എങ്ങനെയാണ്, P1 to P2 ഡിക്രീസസ്. അതുപോലെ തന്നെ എന്താണ് ടെമ്പറേച്ചർ T1 to T2 എന്താണ് ടെമ്പറേച്ചർ ഡിക്രീസസ്. അതേപോലെ തന്നെ എന്താണ് വരുന്നത്, ഇനി വോള്യത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് വോള്യം V1 to V2 എന്താണ് വോള്യം ഇൻക്രീസസ് ആണ് വരുന്നത്. അഡയാബാറ്റിക് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഹീറ്റ് അഡീഷൻ അതുപോലെ തന്നെ ഹീറ്റ് റിജക്ഷനോ ഇല്ല. സോ എന്താണ് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും 0 ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് Q12 എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ എന്താണ് ഇപ്പോൾ എന്താണ് എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്, അതായത് എന്താണ് വോള്യം പ്രഷറും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു വർക്ക് ഡൺ എങ്ങനെയായിരിക്കും, ഇപ്പോൾ Q0 ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും Q മൈനസ് W ഈസ് ഈക്വൽ ടു എന്താണ് U ആണ്. സോ ഇൻറ്റേർണൽ എനർജി യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടാവുക, അപ്പോൾ ഇതിനകത്തുള്ള ഒരു വർക്ക് ഡൺ നടന്നിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ എൻട്രോപ്പി 0 ആണ്. അത് ഇപ്പോൾ ഈ ഒരു കേസിൽ എന്താണ് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആണ് എന്ത് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഈസ് ഈക്വൽ ടു DU ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് ഡോ W എന്ന് പറയാം. അതല്ലെങ്കിൽ എന്താണ് W1 to 2 എന്ന് പറയാം. ഇപ്പോൾ ഇവിടുത്തെ ഒരു വർക്ക് ഡൺ വരുന്നത് നമ്മൾ ഓൾറെഡി ഡെറിവേഷനൊക്കെ നോക്കിയതാണ്. ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും P1 V1 മൈനസ് P2 V2 ഡിവൈഡഡ് ബൈ ഗാമ -1. അതെന്താണ് ഏത് എക്സ്പാൻഷൻ പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. എന്താണ് തിരിച്ച് കംപ്രഷൻ ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ 1 മൈനസ് ഗാമ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് അടുത്ത പ്രോസസ്സ് നോക്കാം. അടുത്ത പ്രോസസ്സ് കണ്ടാൽ തന്നെ അറിയാം എന്താണ് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ് 2 to 3 വരുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഐസെൻട്രോപ്പിക് മീൻസ് ആ ഒരു TS പ്ലോട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് T2 ആണ് എന്ത് ഹയർ ടെമ്പറേച്ചർ ആയിട്ട് വരുന്നത്, T3 ആണ് എന്ത് ലോവർ ടെമ്പറേച്ചർ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിൽ എന്താ പറയുക കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാണ്. T2 ടെമ്പറേച്ചറിൽ നിന്ന് T3യിലേക്ക് എന്താണ് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് എയർ, അതായത് എഞ്ചിനകത്തുള്ള എന്താണ് എയർ കൂളായിട്ടുണ്ട്. ഇനി എന്താണ് ഈ ഒരു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൽ എന്താ വർക്ക് ഡൺ നോക്കാം. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം ആകുമ്പോൾ എന്താണ് നമ്മുടെ V is equal to C, അതായത് V കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നമുക്ക് DV എന്ന് പറയുന്നത് എന്തായിരിക്കും 0 ആയിരിക്കും. സോ നമുക്ക് വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് PdV ആണ് W എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് DV 0 ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് വരുന്നത് 0 ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പോൾ ഇവിടെ എന്താണ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ വർക്ക് ഡൺ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതായത് ടോട്ടൽ ഹീറ്റ് ആഡ് ചെയ്യുന്നത് എന്തായിട്ട് മാറും ഇൻറ്റേർണൽ എനർജി ആയിട്ട് മാറും. സോ ഇവിടെ ഹീറ്റ് റിജക്ഷൻ മീൻസ് കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ആണ്. സോ എന്താണ് ഇൻറ്റേർണൽ എനർജി കൺസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് പറയുക ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും ഡിക്രീസ് ആയിരിക്കും. അതായത് ഇൻറ്റേർണൽ എനർജി ഡിക്രീസ് ചെയ്യുക. അതുപോലെ തന്നെ എൻട്രോപ്പി എന്താണ് ഡിക്രീസ് ആണ് ചെയ്യുന്നത് 2 to 3 എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ. ഇനി വരുന്നത് നമുക്ക് എന്താണ് അപ്പോൾ നമ്മുടെ ഡോ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും DU ആയിരിക്കും. ദെൻ നമുക്ക് DU നമുക്ക് എങ്ങനെ എഴുതാം DU ഈസ് ഈക്വൽ ടു
എന്താണ് MCV, അതായത് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് അല്ല, MCV ഡെൽറ്റ ടി എന്ന് എഴുതാം. ഇതായിരിക്കുന്നത് ഈ ഒരു പ്രോസസ്സ് വരുന്നത്. ഇനി ആ ഒരു DTക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, മീൻസ് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, MCV ഡെൽറ്റ ടി എന്നുള്ളത് എന്തായിട്ട് മാറും, നമുക്ക് ആ ഒരു DTനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് വരും, T ലോവർ ലിമിറ്റ് ടു അപ്പർ ലിമിറ്റ് വരും. അതിനകത്ത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, T3 - T2 എന്ന് വരും. ഈ ഒരു പ്രോസസ്സിൻ്റെ ഓർഡർ വരുന്നത് 2 to 3 ആണ്. സോ എന്താണ് MCV ഇൻറ്റു T2 - T3 ആണ് ഈ ഒരു എന്താണ് പ്രോസസ്സ് വരുന്നത്, T2 - T3 ഇൻറ്റു MCV. ഇതാണ് എന്ത് ഇവിടുത്തെ ഒരു പ്രോസസ്സ്, മീൻസ് ഹീറ്റ് അഡീഷൻ മീൻസ് ഹീറ്റ് റിജക്ഷൻ വരുന്നത്. ഇനി അടുത്ത പ്രോസസ്സ് എന്താണ്, 3 to 4 ആണ് വരുന്നത്. 3 to 4 നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് 3 to 4 ഒരു അഡയബാറ്റിക് പ്രോസസ്സാണ്. അഡയബാറ്റിക് പ്രോസസ്സ് ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് വർക്ക് 0 ആയിരിക്കും. സോറി, വർക്ക് 0 അല്ല, ഹീറ്റ് അഡീഷനോ മീൻസ് ഹീറ്റ് അഡീഷനോ ഹീറ്റ് റിജക്ഷനോ ഉണ്ടായിരിക്കില്ല. മീൻസ് അഡയബാറ്റിക് പ്രോസസ്സാണ്. ഇനി അത് എങ്ങനെയാണ് 3ൽ നിന്ന് 4ലേക്കാണ് ഈ ഒരു പ്രോസസ്സ് ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ എന്താണ് ലോവർ പ്രഷറാണ്, 4 എന്ന് പറയുന്നത് ഒരു ഹയർ പ്രഷറാണ്. അപ്പോൾ എന്തായിരിക്കും, കംപ്രഷൻ ആയിരിക്കും. അപ്പോൾ ഇത് തേർഡ് പ്രോസസ്സ് വരുന്നത് അല്ലെങ്കിൽ 3 to 4 എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അഡയബാറ്റിക് കംപ്രഷൻ ആണ് വരുന്നത്, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആണ് വരുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ഐസെൻട്രോപ്പിക് കംപ്രഷൻ എന്ന് പറയുമ്പോൾ ഡെൽറ്റ എസ് എന്താ മീൻസ് DS എന്തായിരിക്കും, 0 ആയിരിക്കും. അതുപോലെ തന്നെ DHും 0 ആയിരിക്കും, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ ഹീറ്റ് അഡീഷൻ ഇല്ലാത്ത ഈ ഒരു പ്രോസസ്സാണിത്. മീൻസ് ഹീറ്റ് അഡീഷനോ ഹീറ്റ് റിജക്ഷനോ ഇല്ല. അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ടെമ്പറേച്ചർ T3യിൽ നിന്ന് T4ലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എലിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കംപ്രഷൻ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ എന്താണ് വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ് PV⁻γ ഇവിടുത്തെ എന്ത് വരുന്നത്, ഈ ഒരു കർവിൻ്റെ ഇക്വേഷൻ വരുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് എന്തായിരിക്കും, P1V1 - P2V2 ഡിവൈഡ് ബൈ 1 - γ എന്നായിരിക്കും വരുന്നത്. സോ നമുക്ക് ഇവിടുത്തെ വർക്ക് ഡണ്ണിൻ്റെ ആവശ്യമില്ല, നമുക്ക് എഫിഷ്യൻസി കാണാൻ എന്ത് ആവശ്യമുള്ളൂ, ഹീറ്റ് അഡീഷനോ ഹീറ്റ് റിജക്ഷനോ ആവശ്യമുള്ളൂ. ഇപ്പോൾ വർക്ക് ഡൺ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എഴുതിയാൽ മതി. നമുക്ക് എഫിഷ്യൻസിയുടെ ഡെറിവേഷൻ ചോദിച്ചിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താണ് വർക്ക് ഡൺ എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് വരുന്നത് എന്താണ് PV⁻γ = ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് എന്താണ് ഇൻറ്റഗ്രൽ, അതായത് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷനിൽ എന്ത് ചെയ്താൽ മതി, ഇൻറ്റഗ്രൽ PdVക്ക് പിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, C ഡിവൈഡഡ് ബൈ V⁻γ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, V⁻1 - γ ഡിവൈഡ് ബൈ 1 - γ എന്ന് വരും. ഇനി അതിനകത്ത് 3 to 4 ആണ് ആ ഒരു പ്രോസസ്സ്. അപ്പോൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സിക്ക് എന്താണ് PV⁻γ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു വർക്ക് ഡണ്ണ് കിട്ടും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി അടുത്ത പ്രോസസ്സ് 4 to 1 നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എന്താണ് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്. അതിനകത്ത് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് 4 to 1 എന്താണ് ടെമ്പറേച്ചർ എലിവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഹീറ്റ് അഡീഷൻ ആയിരിക്കും. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡീഷൻ എന്നാണ് ഈ ഒരു പ്രോസസ്സിൻ്റെ പേര്, 4 to 1 വരുന്നത്. നമ്മൾ ഈ ഒരു ഓർഡറിൽ പഠിക്കേണ്ട ആവശ്യമില്ല. മീൻസ് എന്താണ് 4 to 1 കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ, അതുപോലെ 2 to 3 കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ എന്നും അങ്ങനെ 1 to 2 3 to 4 എന്ന് പറഞ്ഞ് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ് ഈ ഒരു ഗ്രാഫിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റിനെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളൂ. വേറൊരു ടെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഓർഡറിലല്ല ഈ നമ്പർ, അതായത് പ്രോസസ്സസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക, ഈ ഒരു ഓർഡറിലായിരിക്കില്ല. ഇപ്പോൾ ഇതാ ഇവിടുന്നാണ്, അതായത് കംപ്രഷൻ, അഡയബാറ്റിക് കംപ്രഷൻ ടു, അതായത് 1 to 2 നമുക്കെന്താണ് ഈ ഒരു പ്രോസസ്സ് വരുന്നത് എങ്ങനെയായിരിക്കും, 1 2 3 4 ഈ ഒരു ഓർഡറിലായിരിക്കും എന്ത് ഈ ഒരു പ്രോസസ്സ് വേറൊരു ടെക്സ്റ്റിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളെന്താണ് ആ ഒരു നമ്പറല്ല നോക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഗ്രാഫ് നോക്കുക, പ്രോസസ്സുകൾ പഠിക്കുക, അത് എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എന്താണ് ഇനി കോൺസ്റ്റൻറ്റ് വോളിയം ആയതുകൊണ്ട് തന്നെ എന്താണ് വർക്ക് ഡൺ 0 ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്
ഹീറ്റ് അഡീഷൻ മൊത്തം എന്തായിരിക്കും, ഇൻറ്റേർണൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ് ഹീറ്റ് അഡീഷൻ ആണ് വരുന്നത്, ക്യൂ ഇൻ ആണ്. അതുപോലെ തന്നെ ഇവിടെയാണ് ക്യൂ ഔട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന എന്തായിരിക്കും, ഡി യു, അതായത് ഡോ ക്യൂ മുഴുവൻ എന്തായിരിക്കും, ഡി യു ആയിട്ട് മാറും. അതായത് ഡി യു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റേർണൽ എനർജി. സോ നമുക്ക് എന്താണ്, അപ്പോൾ ഡി യു എന്ന് പറയുന്നത് എന്താണ്, എം സി വി ഡെൽറ്റ ടി തന്നെയാണ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് എം സി വി ഡി ടി ആണ്. ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് വരും, എം സി വി ഇൻറ്റു എം സി വി, അതായത് ക്യൂ 4 to 1 ഈസ് ഈക്വൽ ടു എം സി വി ഇൻറ്റു ടി ഏതാണ് T1 മൈനസ് T4 എന്ന് വരും. ഇതാണ് ഈ ഒരു കേസിലെ ഹീറ്റ് അഡീഷൻ വരുന്നത്. അപ്പോൾ 4 പ്രോസസ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ അറിഞ്ഞാൽ തന്നെ എന്താണ്, നമുക്ക് ഈസി ആയിട്ട് പ്രോസസ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓട്ടോ സൈക്കിൾ വരുന്നത്. അപ്പോൾ ഈ 4 പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ് ഓട്ടോ സൈക്കിൾ വർക്ക് ചെയ്യുന്നത്. ഓട്ടോ സൈക്കിൾ മീൻസ് ആ ഒരു സൈക്കിൾ യൂസ് ചെയ്ത് ആദ്യത്തെ എൻജിൻ വർക്കിംഗ് ചെയ്യുന്ന എൻജിൻ ഉണ്ടാക്കിയ ആളുടെ പേരാണ് എ ഓട്ടോ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടായിരിക്കും ഈ ഒരു പേര് വന്നിട്ടുള്ളത്. ഇതെന്താണ്, ഇതൊരു പെട്രോൾ എഞ്ചിൻ്റെ സൈക്കിളാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ്റെ സൈക്കിളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു എഞ്ചിനിലേക്ക് നമ്മൾ എങ്ങനെയാണ് എയർ ഫ്യൂവൽ മിക്സ്, അതായത് പെട്രോളും എയറും കൂടി മിക്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്തേക്ക് വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത് എന്താണ്, എയർ ഈസ് എ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്നാണ് നമ്മുടെ അസംഷൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യും, സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് സ്പാർക്ക് കൊടുത്തിട്ടാണ് ഈ കമ്പൾഷൻ പ്രോസസ്സ് ഒക്കെ അറിയുന്നത്. ഇനി അടുത്തത് നമുക്ക് ഡീസൽ എഞ്ചിനാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസിയുടെ ഡെറിവേഷൻ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെഴുതുക, ഇപ്പോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു എന്താണ്, വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ എന്താണ്, ഹീറ്റ് സപ്ലൈഡ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, ഹീറ്റ് സപ്ലൈഡ് മൈനസ്, അല്ലെങ്കിൽ ഹീറ്റ് ഇൻ മൈനസ് ഹീറ്റ് ഔട്ട് ഡിവൈഡഡ് ബൈ ഹീറ്റ് ഇൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഇതിൽ മീൻസ് ഇപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ്സാണ് നമ്മൾ പറയുന്നത്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെമ്പറേച്ചറിൻ്റെ ടേംസിലും എഴുതാൻ സാധിക്കും. ഈ എഫിഷ്യൻസി വരും 1 മൈനസ് എന്താണ് ക്യൂ ഔട്ട് ഡിവൈഡ് ബൈ ക്യൂ ഇൻ, അതായത് ഹീറ്റ് സപ്ലൈഡ് ബൈ ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്ന് വരും. ഇത് നമുക്ക് ആ ഒരു പ്രോസസ്സ് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷനും കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡീഷനും ആണ് വരുന്നത്. അപ്പോൾ രണ്ടിനകത്ത് എന്താണ്, കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ എം സി വി ഡെൽറ്റ ടി ആണ് വരുന്നത്. ഇവിടെ എന്താണ് എം സി വി ഡെൽറ്റ ടി എന്ന് വരും. നമുക്ക് ഈ രണ്ട് എമ്മും കോൺസ്റ്റൻ്റ് ആണ്, സിവിയും കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ വരുന്നത് ഡെൽറ്റ ടി ആണ്. അപ്പോൾ നമുക്ക് ഒരു കേസിനകത്ത് വരുന്നത്, ഹീറ്റ് റിജക്ഷനകത്ത് വരുന്നത് എന്തായിരുന്നു, 1 to 2 ആണ്. സോ എന്ത് വരും നമുക്ക്, 1 to 2 അല്ല, അതാണ് 2 to 3 ആണ് വരുന്നത്. ഗ്രാഫ് മറക്കണ്ടായിരുന്നു. ഇതാണ് 1 to 2, 2 to 3. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് വരുന്നത് 2 to 3 ആണ്. നമുക്ക് ഐസെൻട്രോപ്പിക് കർവ് ഒന്ന് വരച്ച് നോക്കാം. ഇതിനകത്ത് 1 2 3, അപ്പോൾ ഇതാണ് 2 to 3 പ്രോസസ്സ് വരുന്നത്. ഇവിടെയാണ് ഹീറ്റ് റിജക്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, എം സി വി ഡെൽറ്റ ടി ആണ് നമുക്ക് ഇവിടുത്തെ അപ്പർ മീൻസ് ഹയർ വാല്യൂ എന്ന് പറയുന്നത് T2 ആണ്. അപ്പോൾ T2 മൈനസ് T3 ഡിവൈഡ് ബൈ ഇനി എന്താണ്, കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡീഷൻ വരുന്നത് എവിടെയാണ്, 4 to 1 ആണ്. അപ്പോൾ 4 to 1 എന്ന് പറയുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ ഏതൊക്കെയാണ് വരുന്നത്, 4 to 1 ആകുമ്പോൾ T1 മൈനസ് T4 ആണ് വരുന്നത്. T1 മൈനസ് T4 എന്നാണ് വരുന്നത്. ഈ ഒരു പ്രോസസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമ്മുടെ പി വി പ്ലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് എന്താണ്, ഈ ഒരു കോൺസ്റ്റൻ്റ് അഡയാബാറ്റിക് ലൈനിലാണ് ആര് കിടക്കുന്നത്, 1 2 3 4. അപ്പോൾ ഈ 2 അതുപോലെ തന്നെ 1ഉം കിടക്കുന്നത് എവിടെയാണ്, നമ്മുടെ സെയിം അഡയാബാറ്റിക് ലൈനിലാണ് കിടക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് വരുന്നത് എന്താണ്, പി വി റേസ് ടു ഗാമയാണ്. സോ എന്താണ്, സിക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് P1 V1 അതായത് P1 V1 റേസ് ടു ഗാമ
ഈക്വൽ ടു P2 V2 റേസ് ടു ഗാമ എന്ന് എഴുതാം. ഇതിനകത്ത് നമുക്ക് എങ്ങനെ എഴുതാം? V2 ബൈ V1 ദ ഹോൾ റേസ് ടു ഗാമ, V2 ബൈ V1 ദ ഹോൾ റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? P1 ബൈ P2. ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ആ ഒരു റിലേഷൻ ചേഞ്ച് ചെയ്തതാണ്, ഇതാണ് വരുന്നത്. ഇനി നമുക്ക് എന്താണ് P1 ബൈ P2 എന്താണെന്ന് നോക്കാം. P1 ബൈ P2 അല്ല, ജനറൽ ഇക്വേഷൻ നമുക്ക് എന്താണ് ഈ P1 ബൈ P2 നോക്കാം. അപ്പോൾ എന്താണ് നമുക്ക് P1 V1 ബൈ T1 ഇസ് ഈക്വൽ ടു എന്താണ് P2 V2 ബൈ T2 ആണ് എന്ത് നമ്മുടെ ജനറൽ ഇക്വേഷൻ വരുന്നത്. സോ നമുക്ക് എന്താണ് ഇതിനകത്തുനിന്ന് P1 ബൈ P2 എന്താണെന്ന് നോക്കാം. P1 ബൈ P2 എന്ന് പറയുമ്പോൾ എന്ത് വരും? നമുക്ക് V2 ബൈ V1, അതേപോലെ തന്നെ എന്ത് വരും? T1 ബൈ T2 എന്ന് വരും. ഇപ്പോൾ P1 ബൈ P2 എന്ന് പറയുമ്പോൾ എന്ത് വരും? നമുക്ക് V2 ബൈ V1 എന്ന് വരും. അതുപോലെ തന്നെ എന്താണ് T1 ബൈ T2 എന്ന് വരും. ഈ ഒരു P1 ബൈ P2 എന്നുള്ളത് എന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും നമുക്ക് നോക്കാം. ഈ ഒരു കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ T1 ബൈ T2 ഇൻറ്റു V2 ബൈ V1 ഈസ് ഈക്വൽ ടു V2 ബൈ V1 ദ ഹോൾ റേസ് ടു ഗാമ എന്നാണ് വരുന്നത്. എന്ത് വരും നോക്കാം. എന്താണ് നമുക്ക് T1 ബൈ T2 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ വരും നോക്കാം. ഈ ഒരു V2 ഇങ്ങോട്ട് പോകും. എന്താണ് V2 റേസ് ടു ഗാമ ഇവിടെ ഉണ്ട് ഓൾറെഡി, ഡിവൈഡഡ് ബൈ V2 വരും. അതേപോലെ തന്നെ എന്താണ് V1 എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. അതാണ് ഇവിടെ V1 ഡിവൈഡഡ് ബൈ V1 റേസ് ടു ഗാമ എന്ന് വരും. എന്ത് ചെയ്യുക? ഈ ഒരു V2നെ നമുക്ക് എന്ത് ചെയ്യാം? മേലേക്ക് എഴുതാം. അപ്പോൾ എന്താണ് V2 റേസ് ടു ഗാമ -1 എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ V1 ടു ദ പവർ 1 ആണ് എടുക്കുന്നത്. സോ അതിന് താഴേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? V1 റേസ് ടു ഗാമ -1 എന്ന് വരും. സോ നമുക്ക് ഇതിനെ ടോട്ടലായിട്ട് എങ്ങനെ എഴുതാം? T1 ബൈ T2 ഈസ് ഈക്വൽ ടു V2 ബൈ V1 ദ ഹോൾ റേസ് ടു ഗാമ -1 എന്ന് എഴുതാം. ഇതാണ് എന്ത് നമ്മുടെ ഒരു റിലേഷൻ വരുന്നത്. ഇവിടെ നമുക്ക് എന്താണ് ഈ V2 V1, അതായത് നമുക്ക് എന്താണ് ഇതിനകത്ത് ആകെ രണ്ട് വോള്യമേ ഉള്ളൂ. മറ്റേ കാർനോട്ടിലാണെന്നുണ്ടെങ്കിൽ 2 ടെമ്പറേച്ചറേ വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് 2 വോള്യേ ഉള്ളൂ. അപ്പോൾ ഈ V2 ബൈ V1 എന്ന് പറയുമ്പോൾ നമുക്കത് എന്താണ് നമ്മുടെ കംപ്രഷൻ റേഷ്യോ, നമുക്ക് അതിനെ എന്ത് ചെയ്യാം? RC എന്ന് കൊടുക്കാം, RC റേസ് ടു ഗാമ -1. അപ്പോൾ T1 ബൈ T2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് RC റേസ് ടു ഗാമ -1 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്താണ് ഇത് ആവശ്യമുണ്ട്, നമുക്ക് ആ ഒരു എഫിഷ്യൻസിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? T1 ബൈ T2 ഈസ് ഈക്വൽ ടു RC റേസ് ടു ഗാമ -1 എന്ന് കിട്ടി. ഇനി അടുത്ത എന്താണ്? ഇനി അടുത്തത് നോക്കണം. അടുത്തത് ഏതാണ്? 3 to 4 നോക്കാം. ഇപ്പോൾ 3 to 4 എന്ന് പറഞ്ഞാലും സെയിം കേസ് തന്നെയാണ്. എന്താണ് ഒരു അഡയബാറ്റിക് പ്രോസസ്സാണ്, അല്ലെങ്കിൽ എന്താണ് ഐസെൻട്രോപിക് പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് വരുന്നത്? V3 ബൈ T3 ഈസ് ഈക്വൽ ടു മീൻസ് P4 V4 ബൈ T4. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് വേണം? നമുക്ക് ഇതിൻ്റെ ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ വരുന്നത് P3 V3 റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു P4 V4 റേസ് ടു ഗാമ ആണ്. ഇതിനകത്ത് നിന്ന് നമുക്ക് ആരാ വേണ്ടത്? V3 ബൈ V4 ആണ് വേണ്ടത്. അതായത് V3 ബൈ V4 ദ ഹോൾ റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് വരും? V3 ബൈ V4 ഈസ് ഈക്വൽ ടു P4 ഡിവൈഡഡ് ബൈ P3 എന്ന് വരും. അപ്പോൾ ഈ V3 ബൈ V4 നമുക്ക് എന്താണ്? RC റേസ് ടു ഗാമ -1 ആണ്. ഇനി P4 ബൈ P3 ഈ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്താണ് കാണേണ്ടത്? P4 ബൈ P3 ആണ് കാണേണ്ടത്. P4 ബൈ P3 എന്ന് പറയുമ്പോൾ എന്ത് വരും? നമുക്ക് T4 ബൈ T3 ഇൻറ്റു V3 ബൈ V4 എന്ന് വരും. നമുക്കെന്താണ് T4 ഡിവൈഡഡ് ബൈ T3 ഇൻറ്റു P3 ബൈ P3 അല്ല സോറി V3 ഡിവൈഡഡ് ബൈ V4 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? RC റേസ് ടു ഗാമ -1 എന്ന് എഴുതാം. സോറി ഗാമ -1 ഇല്ല, RC എന്താണ് നമ്മുടെ V3 ഡിവൈഡഡ് ബൈ V4 ഹോൾ റേസ് ടു ഗാമ. അപ്പോൾ ഇതെങ്ങനെ വരുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളെന്താണ് അഡയബാറ്റിക് ലൈൻ എടുക്കുക, അതിനകത്തുള്ള എന്താണ് പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ, ആ ഒരു ലൈനിൻ്റെ ഇക്വേഷനിൽ എന്താണ് ജനറൽ ഇക്വേഷനിലെ റിലേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണുള്ളൂ. സിമ്പിളാണ്. അടുത്തെന്താണ്? ഇപ്പോൾ നമുക്ക് V3 ബൈ V4 ദ ഹോൾ റേസ് ടു ഗാമ ഉണ്ട്. എന്താണ് നമുക്ക് ഈ V4 V3 എന്താണ് ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്ത് വരും? T4 ഡിവൈഡഡ് ബൈ T3 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ വരും? V3 റേസ് ടു ഗാമ ബൈ V4 റേസ് ടു ഗാമ
ഇൻറ്റു എന്ത് വരും ഇവിടെ V4 ഡിവൈഡഡ് ബൈ V3 എന്ന് വരും. സോ ഇനി ഈ ഒരു V3 നമുക്ക് മേലെ കിടക്കുമ്പോൾ എന്ത് വരും, V3 റേസ് ടു ഗാമ -1 എന്ന് വരും. അതുപോലെ തന്നെ എന്താണ് ഇവിടെ V4 റേസ് ടു ഗാമ ഉണ്ട്, അതവിടെ ഡിനോമിനേറ്ററിലാണ്. ന്യൂമറേറ്ററിൽ എന്താണ് V4 എടുക്കുന്നുണ്ട്. നമുക്ക് എന്താണ് ആ ഒരു V4 താഴെ കിടക്കുക. അപ്പോൾ എന്ത് വരും, നമുക്ക് V4 റേസ് ടു ഗാമ -1 എന്ന് വരും. അപ്പോൾ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാം, V3 ഡിവൈഡഡ് ബൈ V4 ദ ഹോൾ റേസ് ടു ഗാമ -1 എന്ന് എഴുതാം. അപ്പോൾ എന്താണ് ഈ V3 ബൈ V4 എന്ന് പറയുന്നത് എന്താണ്, അത് V2 ബൈ V1 തന്നെയാണ്. സോ നമുക്ക് അതിനെങ്ങനെ എഴുതാം, RC റേസ് ടു ഗാമ -1 എന്ന് എഴുതാം. ഇനി നമ്മുടെ എഫിഷ്യൻസിയുടെ ഇക്വേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരുന്നു, 1 മൈനസ് ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് T2 മൈനസ് T3 ഹോൾ ഡിവൈഡഡ് ബൈ T1 മൈനസ് T4 ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്താണ് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്താണ്, അപ്പോൾ നമുക്ക് ഈ ഒരു T4 എന്നുള്ളിടത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, T4 എന്നുള്ള സ്ഥലത്ത് നമുക്ക് എന്താണ് ഈ ഒരു T3 ഇങ്ങോട്ട് എടുക്കുക. അതായത് ഈ ഒരു ഇക്വേഷനിൽ T3 ഇങ്ങോട്ട് എടുക്കുക. ഈ ഒരു T4 പകരം ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്, T3 ഇൻറ്റു RC റേസ് ടു ഗാമ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് ഇനി ഈ ഒരു ഇക്വേഷൻ മീൻസ് എന്താണ് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താണ് ഈ ഒരു T1 എന്ത് ചെയ്യാം, T2 ഇൻറ്റു RC റേസ് ടു ഗാമ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ഒരു T1 പകരം ഇവിടെ T2 ഇൻറ്റു RC റേസ് ടു ഗാമ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ T2 ഇൻറ്റു RC റേസ് ടു ഗാമ -1 മൈനസ് T3 ഇൻറ്റു RC റേസ് ടു ഗാമ -1 ആണ് എടുക്കുന്നത്. സോ നമുക്ക് എന്താണ് RC റേസ് ടു ഗാമ -1 കോമൺ ആണ്, അത് നമുക്ക് പുറത്ത് എടുക്കാം. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, RC റേസ് ടു ഗാമ -1 ഇൻറ്റു T2 മൈനസ് T3 എന്ന് കിട്ടും. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ 1 മൈനസ് T2 മൈനസ് T3 ഡിവൈഡഡ് ബൈ RC റേസ് ടു ഗാമ -1 ഇൻറ്റു T2 മൈനസ് T3 എന്നുണ്ട്. ഈ T2 മൈനസ് T3 T2 മൈനസ് T3 നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് വരും, ഇഫിഷ്യൻസി ഈസ് ഈക്വൽ ടു, അതായത് ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ RC റേസ് ടു ഗാമ -1 എന്ന് വരും. ഇതാണ് എന്ത് കാർനോട്ട് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ വരുന്നത്. സിമ്പിളാണ്, സോറി കാർനോട്ടല്ല, എന്താണ് ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ വരുന്നത്. ഇതിനകത്ത് RC എന്ന് പറയുന്നത് കംപ്രഷൻ റേഷ്യോ ആണ്. ഇനി നമുക്ക് ഡീസൽ സൈക്കിൾ നോക്കാം. അപ്പോൾ അടുത്ത സൈക്കിളാണ് എന്ത്, ഡീസൽ സൈക്കിൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ആ ഒരു സൈക്കിളായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ എന്താണ് അത് പെട്രോൾ സൈക്കിളായിരുന്നു, ഇതെന്താണ് ഇത് ഡീസൽ സൈക്കിളാണ്. അവിടെ അത് SI എഞ്ചിൻ്റെ സൈക്കിളാണ്, ഇത് CI എഞ്ചിൻ്റെ സൈക്കിളാണ് വരുന്നത്. ഇതിനകത്തുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവിടെ എന്താണ് നമ്മൾ എയറും ഇപ്പോൾ എയർ പെട്രോളിൻ്റെ മിക്സറാണ് എന്ത് ചെയ്യുന്നത് ഇൻടേക്കായിട്ട് എടുക്കുന്നത്. പക്ഷെ അവിടെ ആ ഒരു അസംഷൻ, അതായത് ഐഡിയൽ സൈക്കിളാണ്. നമ്മളെന്താണ് ക്ലോസ്ഡ് സൈക്കിൾ മീൻസ് എയർ ഇൻടേക്കോ എക്സോസ്റ്റനോ ഇല്ല, എന്താണ് എൻക്ലോസ്ഡ് ആണ് ആ ഒരു കേസിൽ എയർ വരുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈക്കിളിൻ്റെ പേര് കോൺസ്റ്റൻറ്റ് പ്രഷർ സൈക്കിൾ എന്നാണ്. അതുപോലെ തന്നെ അത് ഓട്ടോയാണ് ഫസ്റ്റ് എന്താണ് ആ ഒരു സൈക്കിളിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിൻ ഡെവലപ്പ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഈ ഒരു സൈക്കിൾ ഡിവൈസ് ചെയ്ത ആളുടെ പേരാണ് എന്ത് ഡോക്ടർ റുഡോൾഫ് ഡീസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പേര് വന്നത് എങ്ങനെയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സാദി കാർനോട്ട് ഓട്ടോ എഞ്ചിൻ, പിന്നെന്താണ് വരുന്നത് ഇവിടെ ഡീസൽ സൈക്കിൾ റുഡോൾഫ് ഡീസലിൻ്റെയാണ്. എല്ലാ ഡീസൽ എഞ്ചിനും വർക്ക് ചെയ്യുന്ന എന്താണ് ഈ ഒരു ഡീസൽ സൈക്കിൾ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പേര് കോൺസ്റ്റൻറ്റ് പ്രഷർ സൈക്കിൾ എന്നാണ്. എവിടെയാണ് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് എന്ത് ചെയ്യുന്നത് ഹീറ്റ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നതും എന്താണ് അസംഷൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈ ഒരു ഡീസലിൻ്റെ ഇമാജിനേഷൻ വരുന്നത് അങ്ങനെയാണ്. ഈ ഒരു സൈക്കിൾ എയർ എൻക്ലോസ്ഡ് ആണ്, ഈ സിലിണ്ടറിൻ്റെ അകത്ത് എൻക്ലോസ്ഡ് ആണ് എയർ വരുന്നത്. അതുപോലെ തന്നെ എന്താണ് മീൻസ് അഡയാബാറ്റിക് വാൾസ് ആണ് വരുന്നത്. എന്താണ് ഹീറ്റ് കണ്ടക്ഷൻ ഇല്ല വാൾസിനൊന്നും. അപ്പോൾ എന്താണ് അതേപോലെ തന്നെ ബോട്ടം എന്ന് പറയുന്നത് പെർഫെക്റ്റ് കണ്ടക്ടർ ആയിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ കാർനോട്ട് എഞ്ചിനിൽ അതേപോലെ തന്നെയാണ് എന്ത് ഈ അതിനകത്തുള്ള അസംഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. പിന്നെ എന്താണ് ഹീറ്റ് അഡീഷൻ വരുന്നത് എങ്ങനെയാണ് ഹോട്ട് ബോഡി ആയിട്ടുള്ള കോൺടാക്റ്റിലാണ്. അതുപോലെ ഹീറ്റ് റിജക്ഷൻ വരുന്നത് കോൾഡ് ബോഡിയുമായിട്ടുള്ള കോൺടാക്റ്റിലാണ്. അപ്പോൾ എന്താണ് ദർ ഈസ് എ ഹോട്ട് ബോഡി ആൻഡ് എ കോൾഡ് ബോഡി ആൻഡ് ഇൻസുലേറ്റിംഗ് ക്യാപ്പ് വിച്ച് ആർ ഓൾട്ടർനേറ്റ്ലി ബ്രോട്ട് ഇൻ കോൺടാക്ട് വിത്ത് ദ സിലിണ്ടർ. അപ്പോൾ എന്താണ് സിലിണ്ടർ ഓൾട്ടർനേറ്റ് ആയിട്ട് എന്ത് ചെയ്യും ഹോട്ട് ബോഡിയിലും കോൾഡ് ബോഡിയിലും എന്ത് ചെയ്യും കോൺടാക്ട് ചെയ്യും. അങ്ങനെയാണ് ഹീറ്റ് അഡീഷനും ഹീറ്റ് റിജക്ഷനും നടക്കുന്നത്. കാർനോട്ട് സൈക്കിളിൻ്റെ അതേ അസംഷൻസ് തന്നെയാണ് ഇവിടെയും വരുന്നത്.
പിന്നെ വരുന്നത് 2 അഡയാബാറ്റിക് പ്രോസസ്സ്, അതായത് 2 ഐസെൻട്രോപിക് പ്രോസസ്സ് ആൻഡ് 1 കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് ആൻഡ് 1 കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ്. എന്താണ് 2 അഡയാബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപിക് പ്രോസസ്സും 1 കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സും 1 കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സും ആണ് ഈ ഒരു സൈക്കിളിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ആ ഒരു സൈക്കിളിൻ്റെ ഡയഗ്രാം എങ്ങനെ വരുന്നത് നോക്കാം. നമുക്കെന്താണ് പി വി പ്ലോട്ട് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നമുക്ക് ടി എസ് പ്ലോട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു എന്താണ് 2 ഐസെൻട്രോപിക് പ്രോസസ്സസും അതുപോലെ തന്നെ എന്താണ് 2 മീൻസ് 1 കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സും 1 കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സും ആണ് വരുന്നത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈൻ ആയിരിക്കും, ഇതാണ് കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ വരുന്നത്. പിന്നെ അഡയാബാറ്റിക് ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. സിമ്പിളാണെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഈ ഒരു സൈക്കിളിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താ പറയുന്നത് 2 ഐസെൻട്രോപിക് പ്രോസസ്സസ് ആണ് വരുന്നത്. ഇതാണ് 2 ഐസെൻട്രോപിക് പ്രോസസ്സസ്. ഇനി അതിനെന്ത് ചെയ്താൽ മതി, കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സും കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സും എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതി. കുറച്ചും കൂടി വൃത്തിക്ക് വരക്കാം. അപ്പോൾ ഇതിനകത്ത് 1 to 2 എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ ആണ്. അപ്പോൾ ഇവിടെയാണ് എന്ത് ഹീറ്റ് അഡീഷൻ വരുന്നത്, ക്യൂ ഇൻ വരുന്നത്. എന്താണ് ഫസ്റ്റ് സ്റ്റേജ് എന്താണ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റിംഗ് ആണ് വരുന്നത്. കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റിംഗ് എന്ന് പറയാം. 1 to 2 വരുന്നത്. അപ്പോൾ എന്താണ് എയർ ഈസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഫ്രം ഇനീഷ്യൽ ടെമ്പറേച്ചർ T1 to T2. എന്താണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 to 2 എന്താണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ആണ്. പ്രഷർ വി എന്താണ് നമുക്ക് എങ്ങനെ എഴുതാം, P is equal to C എന്ന് എഴുതാം. അതായത് പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് വോളിയം എന്ന് പറയുന്നത് V1 to V2 എന്താണ് വോളിയം ഇൻക്രീസ്, V1 to V2 എന്താണ് വോളിയം ഇൻക്രീസസ്. അതുപോലെ തന്നെ എന്താണ് T1 to T2 എന്താണ് T1 to T2 ടെമ്പറേച്ചർ ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ എന്താണ് ഹീറ്റ് അഡീഷൻ ആണ് വരുന്നത്. ഇനി എന്താണ് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് ആണ് വരുന്നത്. അതിനകത്തുള്ള വർക്ക് ഡൺ എങ്ങനെ നോക്കാം. അപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷർ ആകുമ്പോൾ എന്താണ് നമുക്ക് ഗ്യാസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ P1 V1 by T1 is equal to P2 V2 by T2 നോക്കുമ്പോൾ ഇതിനകത്ത് P നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എന്താണ് ഇതിനകത്ത് വോളിയം ടെമ്പറേച്ചർ എന്താണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ അതിനെ നമുക്ക് എന്താണ് ചാൾസ് ലോ ആണ് എന്ത് വരുന്നത് ഈ ഒരു പ്രോസസ്സിനകത്ത് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ചാൾസ് ലോ ഒബേ ചെയ്യുന്നുണ്ടെന്ന് പറയാം. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഡെൽറ്റ ഡബ്ല്യു, അതായത് ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് PdV ആണ് എന്ത് വർക്കിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ P കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് P സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എന്താണ് P ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് വോളിയം. Pക്ക് എന്താണ് വേരിയേഷൻ ഒന്നുമില്ല. P നമുക്ക് പുറത്തെടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, dVനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വർക്ക് 1 to 2 ഈസ് ഈക്വൽ ടു എന്താണ് P ഇൻറ്റഗ്രൽ dVയുടെ വരുമ്പോൾ എന്ത് വരും, V2 എന്താണ് V2 മൈനസ് V1 എന്ന് വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്താണ് PV ഈസ് ഈക്വൽ ടു MRT ഉള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ഇതിനകത്ത് എന്ത് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, P1 V1 ഈസ് ഈക്വൽ ടു MRT1 എന്ന് കിട്ടും. അതുപോലെ P2 V2 ഈസ് ഈക്വൽ ടു MRT2 എന്ന് കിട്ടും. സോ നമുക്ക് എന്താണ് V2 V1നെ എന്താണ് V2 V1ന് ഇത് എന്ത് ചെയ്യാം, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തെന്ന് വരും, ഇതിനകത്ത് MRT2 മൈനസ് T1 എന്ന് വരും. ഇതാണ് എന്ത് ഇവിടുത്തെ വർക്ക് ഡൺ വരുന്നത്. ഈ ഒരു കേസിൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ ഇതിനകത്ത് എന്താണ് നമുക്ക് വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ എന്ത് ചെയ്യും, അപ്പോൾ DU വരുന്നത് DUൻ്റെ ഇക്വേഷൻ വരുന്നത് MCV ഡെൽറ്റ T ആണ് വരുന്നത്. അതായത് MCV ഇൻറ്റു T2 മൈനസ് T1 എന്ന് വരും. നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ ഇതിനകത്തുള്ള U2 മൈനസ് T1 എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഹീറ്റ് ആഡ് ചെയ്ത ഹീറ്റ് എന്ത് ചെയ്യും, വർക്ക് ഡൺ അതുപോലെ തന്നെ എന്താണ് ഇൻറ്റേർണൽ എനർജി ഇൻക്രീസിനാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ U2 മൈനസ് U1 എന്ന് പറയുന്നത് എന്ത് വരും, MCV ഡെൽറ്റ T അല്ലെങ്കിൽ T2 മൈനസ് T1 എന്ന് വരും. എന്താണ് ഈ WQ ഈസ് ഈക്വൽ ടു എന്താണ് DU പ്ലസ് ഡെൽറ്റ W ആണ്.
നമുക്ക് എന്താണ് അപ്പോൾ ആ ഒരു ഇക്വേഷൻ, അതായത് Q12 ഈസ് ഈക്വൽ ടു എന്താണ് W12 പ്ലസ് U2 മൈനസ് U1 എന്ന് എഴുതാം. അതിനകത്ത് എന്താണ് ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ, അതായത് MR ഇൻറ്റു T2 മൈനസ് T1 പ്ലസ് എന്താണ് MCV T2 മൈനസ് T1. അപ്പോൾ T2 മൈനസ് T1 എന്നുള്ളത് കോമൺ ആണ്, നമുക്കത് ഒരുമിച്ച് എഴുതാം. അതുപോലെ തന്നെ എമ്മും, അപ്പോൾ M ഇൻറ്റു T2 മൈനസ് T1 ഇൻറ്റു എന്താണ് R പ്ലസ് സി വി. ഇപ്പോൾ സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ ആണ്. സോ നമുക്ക് എന്താണ് ഈ സി വി എന്ന് പറയുന്നത് എന്താണ്, സി വി എന്ന് പറയുന്നത് എന്താണ് സി പി മൈനസ് ആർ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ സി വി എന്ന് പറയുന്നത് സി പി മൈനസ് ആർ ആണ്. അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്തെന്ന് വരും, അതായത് സി വി മീൻസ് സി പി, അതായത് സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ ആണ്. സോ എന്താണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്താൽ നമുക്ക് സി വി ഈസ് ഈക്വൽ ടു എന്താണ് സി പി മൈനസ് ആർ എന്ന് കിട്ടും. സി പി മൈനസ് ആർ ഈസ് ഈക്വൽ ടു ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആറും ക്യാൻസൽ ചെയ്ത് പോകും. സോ നമുക്ക് എന്തെന്ന് കിട്ടും, എം സി പി ഡെൽറ്റ ടി എന്ന് കിട്ടും. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഹീറ്റ് അഡീഷൻ എന്ന് പറയുന്നത് എന്താണ് എം സി പി ഡെൽറ്റ ടി ആണ്, അല്ലെങ്കിൽ എം സി പി T2 മൈനസ് T1 ആണ് എന്ത് ഈ ഒരു പ്രോസസ്സ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷനിൽ എന്ത് ഹീറ്റ് ഇൻടേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് എഫിഷ്യൻസി കാണാൻ ഈ ഒരു ഇക്വേഷനാണ് ആവശ്യമുള്ളത്. എന്താണ് എം സി പി T2 മൈനസ് T1. ഇനി നമുക്ക് എന്താണ് അടുത്ത പ്രോസസ്സ് നോക്കാം. അപ്പോൾ 2 to 3 എന്ന് പറയുന്നത് ഒരു അഡയാബാറ്റിക് പ്രോസസ്സാണ്. ഇപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രഷർ എന്താണ് പ്രഷർ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ എന്തായിരിക്കും എക്സ്പാൻഷൻ പ്രോസസ്സായിരിക്കും. എന്താണ് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആണ് വരുന്നത്. ഇപ്പോൾ ഈ ഐസെൻട്രോപ്പിക് പ്രോസസ്സിൽ എന്താണ് ഹീറ്റ് ഇൻടേക്ക് ഒന്നുമില്ല, ഡയാബാറ്റിക് പ്രോസസ്സ് ആയതുകൊണ്ട്. സോ എന്താണ് ഇൻറ്റേർണൽ എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക ഇവിടുത്തെ വർക്ക് ഡൺ വരുന്നത്. സോ ഡയാബാറ്റിക് പ്രോസസ്സിൽ എപ്പോഴും എങ്ങനെയാണ് P1 V1 മൈനസ് P2 V2 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 ആണ് എന്ത് എക്സ്പാൻഷൻ ആണെങ്കിൽ. കംപ്രഷൻ ആണെങ്കിൽ 1 മൈനസ് ഗാമ എന്ന് എഴുതിയാൽ മതി. സോ നമുക്ക് ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് P2 V2 മൈനസ് P3 V3 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 എന്ന് എഴുതാം. ഈ ഒരു പ്രോസസ്സ് എന്താണ് പ്രഷർ P2 to P3 എന്താണ് പ്രഷർ ഡിക്രീസസ്. അതുപോലെ തന്നെ വോള്യം എന്ത് ചെയ്യും, വോള്യം ഇൻക്രീസ്. എക്സ്പാൻഷൻ ആണ്, വോള്യം ഇൻക്രീസ് ചെയ്യും, വർക്ക് ഡൺ പോസിബിൾ ആണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ വരുന്നത് എങ്ങനെയാണ്, ടെമ്പറേച്ചർ ഡിക്രീസസ് ആണ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ 3 to 4 എന്ന് പറയുന്നത് എന്താണ്, എല്ലാ ലൈൻ കണ്ടാൽ തന്നെ അറിയാം എന്താണ് ഒരു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ് വരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ കോൺസ്റ്റൻറ്റ് വോളിയം കൂളിംഗ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ എന്ന് നമുക്ക് പറയാം. എന്താണ് 3 to 4 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ആണ്. വോളിയം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ V ഈക്വൽ ടു എന്താണ് V ഈക്വൽ ടു C ആണ്, dV ഈക്വൽ ടു 0 ആണ്. സോ വർക്ക് ഡൺ എന്താണ് വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ ഇൻറ്റേർണൽ എനർജി ആയിരിക്കും എന്ത് ഇൻറ്റേർണൽ എനർജി ലോസ് ആയിരിക്കും എന്ത് ഹീറ്റ് റിജക്ഷൻ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് നമുക്ക് എന്താണ് ഡോ ക്യു ഈസ് ഈക്വൽ ടു ഡി യു ആണ്. ഡി യു എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഡോ ക്യു എന്ന് പറയുന്നത് നമുക്ക് എന്താണ് എം സി വി കോൺസ്റ്റൻറ്റ് വോളിയം എം സി വി ഡെൽറ്റ ടി ആണ്. നമുക്ക് അഗെയിൻ എന്താണ് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് വരും Q3 to 4 ഈസ് ഈക്വൽ ടു എം സി വി T3 മൈനസ് T4 എന്ന് വരും. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട്, ഹീറ്റ് റിജക്ഷൻ ആണ്. ദെൻ ഇനി അടുത്ത കേസ് നോക്കാം. അടുത്ത എന്താണ് 4 to 1 എന്ന് പറയുന്നത് അഗെയിൻ എന്താണ് ഐസെൻട്രോപ്പിക് പ്രോസസ്സ് അല്ലെങ്കിൽ അഡയാബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ എന്താണ് നമ്മൾ നോക്കുമ്പോൾ പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രഷർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ കംപ്രഷൻ പ്രോസസ്സ്, ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സാണ് വരുന്നത് 4 to 1. അപ്പോൾ എന്താണ് വോള്യം എന്താണ് V4 to V1 എന്താണ് വോള്യം ഡിക്രീസസ് ആണ് വരുന്നത്. അപ്പോൾ എന്താണ് വർക്ക് ഡൺ പോസിബിൾ ആണ്, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആയിരിക്കും. അതേപോലെ തന്നെ ടെമ്പറേച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ T4 to T1 എന്താണ് സംഭവിക്കുന്നത്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും, ഹീറ്റ് അഡീഷനോ ഹീറ്റ് റിജക്ഷനോ ഇല്ലാത്തത് കൊണ്ട് എന്താണ് ഇൻറ്റേർണൽ എനർജിയിൽ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും P4 V4 മൈനസ് P1 V1 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 ആയിരിക്കും, അല്ലെങ്കിൽ 1 മൈനസ് ഗാമ എന്നാണ് കംപ്രഷൻ പ്രോസസ്സ് ആകുമ്പോൾ വരുന്നത്.
ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. നമുക്ക് എന്താണ് അത് നമുക്ക് എഫിഷ്യൻസി ഡിക്കേഷനിൽ ആവശ്യമില്ല. ഇത്രയാണ് ഈ ഒരു പ്രോസസ്സ് വരുന്നത്, ഈ ഒരു മീൻസ് ഈ ഒരു സൈക്കിൾ വരുന്നത്. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ എഫിഷ്യൻസി നോക്കാം. അതായത് ഈറ്റ ഈസ് ഈക്വൽ ടു എന്താണ് ക്യൂ ഇൻ, അതായത് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ക്യൂ ഇൻ ആണ്. ദാറ്റ് ഈസ് ക്യൂ ഇൻ മൈനസ് ക്യൂ ഔട്ട് ഡിവൈഡഡ് ബൈ ക്യൂ ഇൻ. അപ്പോൾ നമ്മൾ ഹീറ്റ് അഡീഷൻ എങ്ങനെയായിരുന്നു? കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സായിരുന്നു. ദാറ്റ് ഈസ് MCP ഡെൽറ്റ ടി, അതായത് MCP T2 മൈനസ് T1 മൈനസ് എന്താണ് MCV ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്. MCV ഡെൽറ്റ ടി ആണ്. MCV എന്തായിരുന്നു? T3 മൈനസ് T4 ആണ് വരുന്നത്. എഗെയിൻ ഇന്ന് എന്താണ് ഹീറ്റ് സപ്ലൈഡ് ആണ് വേണ്ടത്. ദാറ്റ് ഈസ് MCP T2 മൈനസ് T1. അപ്പോൾ എന്താണ് ഈ ഒരു സൈഡ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് എന്തെന്ന് വരും നമ്മുടെ ഇക്വേഷൻ, അതായത് 1 മൈനസ് MCV T3 മൈനസ് T4 ഹോൾ ഡിവൈഡ് ബൈ MCP ഇൻറ്റു T2 മൈനസ് T1 ആണ് വരുന്നത്. ഇതിനകത്ത് ക്യാൻസൽ ചെയ്യാൻ നമുക്ക് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ വരുന്നത് CV മൈനസ്, അതായത് CV ബൈ CP ആണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു റേഷ്യോ നമ്മുടെ CP ബൈ CV എന്ന് പറയുന്നത് എന്താണ് ഗാമയാണ് വരുന്നത്. സോ എന്താണ് നമുക്ക് ഈ ഒരു CP ബൈ CV എന്ന് എഴുതാം. അതിനെ എന്ത് ചെയ്യാം, ഈ ഒരു CP ബൈ CV എന്ന് എഴുതാൽ നമുക്കതിനെ എന്ത് ചെയ്യാം, ഗാമ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യണം. ഇവിടെ ഈ ഒരു T3 T4നെ റിമൂവ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഈ 1 to 2 എന്ന് പറയുന്നത് P1 V1 ബൈ T1 ഈസ് ഈക്വൽ ടു P2 V2 ബൈ T2. ഈ ഒരു ഇക്വേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ ഇക്വേഷനിൽ പ്രഷർ 1ഉം പ്രഷർ 2ഉം സെയിം ആണ്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ V1 ബൈ V2 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, T1 ബൈ T2 എന്ന് എഴുതാം. സോ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു V1 ബൈ V2 എന്ന് പറയുന്നത് ഈ ഒരു റേഷ്യോ, ഇപ്പോൾ V1 ബൈ V2 അല്ല, V2 ബൈ V1 എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കട്ട് ഓഫ് റേഷ്യോ ആണ് വരുന്നത്. അതായത് എന്താണ് V2 ഡിവൈഡ് ബൈ V1 ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, T2 ബൈ T1 എന്ന് വരും. സോ നമുക്ക് എന്താണ് ഈ V2 ബൈ V1 എന്നുള്ളത് കട്ട് ഓഫ് റേഷ്യോ ആണ്, അതെന്താണ് റോ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, T2 ഈസ് ഈക്വൽ ടു റോ T1 എന്ന് എഴുതാം. ഇത് നമുക്ക് ആവശ്യമുണ്ട്, യൂസ്ഫുള്ളാണ്. നമുക്ക് T2 ഈസ് ഈക്വൽ ടു എന്താണ് റോ T1 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ V4 ഡിവൈഡഡ് ബൈ V1 ഈക്വൽ ടു എന്താണ് നമ്മുടെ RC കംപ്രഷൻ റേഷ്യോ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇനി എന്താണ് എക്സ്പാൻഷൻ റേഷ്യോ RE എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, നമ്മുടെ V3 ബൈ V2 അതുപോലെ തന്നെ V4 ബൈ V2. അതായത് നമുക്കെന്താണ് ഇവിടെ ഈ ഒരു കേസിൽ നമുക്ക് എത്ര പ്രഷർ വരുന്നുണ്ട്, ഇവിടെ ഒരു പ്രഷർ, അതുപോലെ ഇവിടെ ഒരു പ്രഷർ, ഇവിടെ ഒരു പ്രഷർ, 3 പ്രഷർ, അതുപോലെ തന്നെ ഇതൊരു വോള്യം, ഇതൊരു വോള്യം, ഇതൊരു വോള്യം, 3 വോള്യം. അതായത് 3 വോള്യം 3 പ്രഷറുമാണ് ഈ ഒരു കേസിനകത്ത് വരുന്നത്. മറ്റേ കാർനോട്ടിൽ നമുക്ക് 2 ടെമ്പറേച്ചറേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഓട്ടോ സൈക്കിളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് 2 വോള്യം വരുന്നുള്ളൂ. ഈ ഒരു കേസിൽ നമുക്ക് എന്താണ് ഡീസൽ സൈക്കിളിൽ 3 വോള്യം 3 പ്രഷറും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എന്ത് നമ്മുടെ ഇനി എക്സ്പാൻഷൻ റേഷ്യോ വരുന്നത് ഏതൊക്കെയാണ്, V3 ബൈ V2 അതുപോലെ തന്നെ എന്താണ് V4 ബൈ V2 എന്താണ് നമ്മുടെ എക്സ്പാൻഷൻ റേഷ്യോസ് ആണ്. ഇനി നമ്മളെന്താണ് അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ നമ്മളെന്താണ് ഈ ലൈൻ്റെ കർവിൻ്റെ ഇക്വേഷൻ വരുന്നത് എന്താണ് PV റേസ് ടു ഗാമയാണ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഈ ഒരു 2 to 3 അതുപോലെ തന്നെ എന്താണ് 4 to 1ഉം വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, V1 റേസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു T1 ഈസ് ഈക്വൽ ടു മീൻസ് V1 അല്ല, നമുക്ക് ഏതാണ് V2 T2 ആണ് വേണ്ടത്. അതുപോലെ തന്നെ എന്താണ് V3 റേസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു T3 എന്ന് വരും.
അതേപോലെ തന്നെ നമുക്ക് എന്താണ് T1 V1 റേസ് ടു ഗാമ മൈനസ് 1 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം T4 ഇൻറ്റു V4 റേസ് ടു ഗാമ മൈനസ് 1 എന്ന് എഴുതാം. ഇതിൽ V4/V1 എന്ന് പറഞ്ഞാൽ എന്താണ് RC ആണ്. സോ നമുക്ക് എന്താണ് T1 ഈസ് ഈക്വൽ ടു T4 ഇൻറ്റു RC റേസ് ടു ഗാമ മൈനസ് 1 എന്ന് എഴുതാം. ഇനി അതേപോലെ തന്നെ എന്താണ് നമുക്ക് T1 കിട്ടി. T1 കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത് അടുത്ത മേലത്തെ ഇക്വേഷൻ നോക്കാം. അപ്പോൾ മേലത്തെ ഇക്വേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ T3/T2 എന്ന് പറയുന്നത് എന്താണ് V2. അപ്പോൾ അതാണ് T3/T2 ഈസ് ഈക്വൽ ടു T2/T3 V2/V3 ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 എന്ന് വരും. നമുക്ക് V2/V3 എന്ന് പറയുമ്പോൾ മീൻസ് (1/RE റേസ് ടു ഗാമ മൈനസ് 1 എന്ന് വരും. ഇതെന്താണ് 1/RE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീൻസ് RE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എക്സ്പാൻഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ് RC/ρ എന്നാണ് വരുന്നത്. ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു റോനെ മേലേക്ക് എടുത്ത് എഴുതാം. അപ്പോൾ എന്ത് വരും T3/T2 എന്ന് പറയുമ്പോൾ റോ ഡിവൈഡഡ് ബൈ RC ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 എന്ന് വരും. ഇനി നമ്മുടെ ഇക്വേഷൻ വരുന്നത് ഈറ്റ ഈസ് ഈക്വൽ ടു 1 - 1 ഡിവൈഡ് ബൈ ഗാമ ഇൻറ്റു എന്തായിരുന്നു T3 മൈനസ് T4 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 ആണ്. അപ്പോൾ അതിനകത്ത് ഈ T2 T1 തമ്മിലുള്ള റിലേഷൻ വരുന്നത് എന്തായിരുന്നു T2 ഈസ് ഈക്വൽ ടു T1 റോയാണ് വരുന്നത്. അപ്പോൾ T2 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം T1 റോ എന്ന് എഴുതാം. T1 റോ മൈനസ് T1 എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് T1 നമുക്ക് പുറത്തെടുക്കാം. ഇനി അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മേലൊക്കെ ആരുള്ളത് T3 ആൻഡ് T4 ആണ് കിടക്കുന്നത്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ T2 എന്ന് പറയുന്നത് എന്താണ് T2 ഈസ് ഈക്വൽ ടു T4 ഇൻറ്റു RC റേസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു റോയാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ T3 എന്ന് പറയുന്നത് T3 ഈസ് ഈക്വൽ ടു T4 ഇൻറ്റു റോ റേസ് ടു ഗാമ എന്ന് നമുക്ക് കിട്ടും. ഇതെന്താണ് നമുക്ക് T3 മൈനസ് T4നകത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ T4 ഇൻറ്റു റോ റേസ് ടു ഗാമ മൈനസ് T4. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും മേലെ നമുക്ക് എന്താണ് ഈറ്റ ഈസ് ഈക്വൽ ടു 1 - 1 ബൈ ഗാമ ഇൻറ്റു T4 ഇൻറ്റു റോ റേസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ് T1 റോ മൈനസ് T1 ആണ് എടുക്കുന്നത്. സോ നമുക്ക് T1 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും റോ മൈനസ് 1 എന്ന് വരും. ഇനി നമുക്ക് എന്താണ് T4/T1 എടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് എന്താണ് T1/T4 ഇസ് ഈക്വൽ ടു T1/T4 എന്ന് പറയുന്നത് എന്താണ് അഡയാബാറ്റിക്, അതായത് ആ ഒരു ലൈനിലെ അഡയാബാറ്റിക് പ്രോസസ്സാണ്, അഡയാബാറ്റിക് ലൈനാണ് വരുന്നത്. നമ്മുടെ V4 to V1 എന്ന് പറയുന്നത് എന്തായിരുന്നു കംപ്രഷൻ പ്രോസസ്സാണ്. സോ നമുക്കതിനെ V4/V1 ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 ആണ്. ഈ V4/V1 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം RC റേസ് ടു ഗാമ മൈനസ് 1 എന്ന് എഴുതാം. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടത് T1/T4 ആണ് വേണ്ടത്. നമുക്ക് ഇവിടെ എടുക്കുന്നത് എന്താണ് T4/T1 ആണ്. അപ്പോൾ ഈ T4നെ താഴേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് എന്തെന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ RC റേസ് ടു ഗാമ മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് എന്ത് വരുന്നത് നമ്മുടെ ഡീസൽ സൈക്കിൾ ഡെഫിഷ്യൻസി വരുന്നത്. ഇനി അവരുടെ ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഹീറ്റ് അഡീഷൻ വരുന്നത് കോൺസ്റ്റൻറ്റ് വോളിയം, അതായത് ഓട്ടോ സൈക്കിളിൽ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡീഷനും കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷനും ആണ് വരുന്നത്. ഇനി ഡീസൽ സൈക്കിളാണെങ്കിൽ ഇവിടെ ഹീറ്റ് അഡീഷൻ വരുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിലാണ് വരുന്നത്. ഹീറ്റ് റിജക്ഷൻ വരുന്നത് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് തന്നെയാണ്. എൻജിൻ ടൈപ്പ് വരുന്നത് ഇനി ഒന്ന് SI എൻജിൻ, ഓട്ടോ സൈക്കിൾ SI എൻജിനാണ്.
ഡീസൽ സൈക്കിൾ എന്ന് പറയുന്നത് CI എഞ്ചിനാണ്, കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഈ ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കംപ്രഷൻ റേഷ്യോ RC ആണ്. ഡീസൽ സൈക്കിൾ ആണെങ്കിൽ എന്താണ്, കംപ്രഷൻ റേഷ്യോ അതുപോലെ തന്നെ കട്ട് ഓഫ് റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് നമ്മുടെ റോ എന്ന് പറയുന്ന പുതിയൊരു ടേമിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി കംപ്രഷൻ റേഷ്യോ ഓട്ടോ സൈക്കിളിൽ 8:12 ആണ് വരുന്നത്, ഡീസൽ സൈക്കിളിലാണെങ്കിൽ 14:22 ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഈ ഒരു എന്താണ് പെട്രോൾ എഞ്ചിനാണ് ഓട്ടോ സൈക്കിൾ വരുന്നത്. എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഡീസൽ സൈക്കിളാണെങ്കിൽ എന്താണ്, ഡീസൽ എഞ്ചിൻ ഹെവി വെഹിക്കിൾസിലാണ് യൂസ് ചെയ്യുന്നത്, ട്രക്ക്, ബസ്, ഹെവി എഞ്ചിനാണ്. ദെൻ എഫിഷ്യൻസി വരുന്നത് ഏതാണ്, ഓട്ടോ സൈക്കിളിൻ്റെ ആണ് എഫിഷ്യൻസി കൂടുതൽ വരുന്നത്, ഡീസൽ സൈക്കിളിൻ്റെ എഫിഷ്യൻസി കുറവാണ് വരുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.